ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാത രാവിലെ ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരിശങ്കറും സുജാതയ്ക്കൊപ്പമുണ്ടായിരുന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ ഫോണിൽ വിളിച്ച് സുധാകരനെ പരിഹസിച്ചിട്ടില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ നാളെ നടക്കുന്ന പെരുമ്പള്ളം പാലം ഉദ്ഘാടന ചടങ്ങിൽ ജി സുധാകരനെ മുഖ്യ അതിഥിയെ ക്ഷണിച്ചു. സുധാകരന്റെ പേരും പാലം ഉദ്ഘാടന ചടങ്ങിലെ നോട്ടീസിൽ ഉൾപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ KN ബാലഗോപാൽ, സജി ചെറിയാൻ, P പ്രസാദ്, KC വേണുഗോപാൽ MP, മുൻ മന്ത്രി തോമസ് ഐസക് തുടങ്ങിയവരുടെ പേരും നോട്ടീസിലുണ്ട്. ആദ്യഘട്ടത്തിൽ PRD പുറത്തിറക്കിയ നോട്ടീസിൽ ജി സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് പുതിയ നോട്ടീസ് തയ്യാറാക്കിയത്. ജില്ലയിലെ പല പരിപാടികളിലും തന്നെ ക്ഷണിക്കാതെ അവഗണിക്കുകയാണെന്നാണ് ജി സുധാകരന്റെ പരാതി. പാർട്ടിയുടെ അവഗണനയിൽ മനമെടുത്ത് പാർട്ടി അംഗത്വം ഇനി പുതുക്കുന്നില്ലെന്നും ജി സുധാകരൻ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തോട്ടപ്പള്ളി പാലത്തിന്റെ ആലപ്പുഴയിലെ മുപ്പാലം നാൽപ്പാലമാക്കിയപ്പോഴുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്നുമെല്ലാം സുധാകരനെ അവഗണിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മുതിർന്ന നേതാവായ ജി സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നത് ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വം തീവ്രശ്രമം നടത്തുന്നത്.